നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈനറി അഡീഷൻ. അപ്പോൾ ബൈനറി അഡീഷന്റെ റൂൾസ് ഇതൊക്കെയാണ്. 0 + 0 = 0, 0 + 1 = 1, 1 + 0 = 1, 1 + 1 = 10. ഈ 10ൽ 0 നമ്മൾ എടുക്കും, 1നെ നമ്മൾ ക്യാരി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 1 + 1 = 10. That means answer is 0 with carry 1. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന ക്യാരി അതിനെ നമ്മൾ അഡീഷൻ ചെയ്യുമ്പോൾ ഇടത് സൈഡിലേക്ക് ആഡ് ചെയ്ത് പോകും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്. 1101.101 പ്ലസ് 111.011. അപ്പോൾ ഫ്രാക്ഷൻ പാർട്ട് വരുന്ന ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിന്റെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ അഡീഷൻ ചെയ്യുന്നത്. 1 + 1 = നമുക്കറിയാം 1 + 1 = 10. That means answer is 0 with the carry 1. So 1 + 1 = 10. അതിന്റെ 0 ഞാൻ ഇവിടെ എഴുതി. ക്യാരി ആയിട്ട് വരുന്ന 1 അടുത്ത കോളത്തിലേക്ക് നമ്മൾ എഴുതണം, അല്ലെങ്കിൽ ആഡ് ചെയ്യണം. അപ്പൊ ക്യാരി പ്രീവിയസ് ഇടത് സൈഡിലെ കോളത്തിലേക്ക് ആഡ് ചെയ്തു പോകണം. ദെൻ അഗെയിൻ 1 + 1 = 10 എന്ന് കിട്ടും. അപ്പോൾ അതിന്റെ 0 നമ്മൾ ഇവിടെ എഴുതി. ക്യാരി 1 ആണ്, 1 ഇങ്ങോട്ട് നമ്മൾ ആഡ് ചെയ്തു. ദെൻ അഗെയിൻ 1 + 1 = 10 ആണ്. 0 നമ്മൾ ഇവിടെ എഴുതി. ക്യാരി 1 ഇങ്ങോട്ട് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് മൂന്നും കൂടി ആഡ് ചെയ്യുകയാണ്. സോ 1 + 1 = നമുക്കറിയാം 1 + 1 = 0 കിട്ടും. വിത്ത് ക്യാരി 1 + 1 = 0 കിട്ടും വിത്ത് ക്യാരി 1. അപ്പോൾ ഇത് രണ്ടിന് പകരം ഞാൻ ഇവിടെ 0 എഴുതി. ക്യാരി 1 ആയതുകൊണ്ട് അടുത്ത കോളത്തിലേക്ക് ആഡ് ചെയ്തു. ഇനി ഈ 0യും ഈ 1ഉം കൂടി നമ്മൾ ആഡ് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അടുത്ത കോളത്തിൽ 1 + 1 = 0 വരും. ക്യാരി അടുത്ത കോളത്തിലേക്ക് ആഡ് ചെയ്തു. ദെൻ അഗെയിൻ ഇത് നമ്മൾ ആഡ് ചെയ്യുകയാണ്. 1 + 1 = 0 വിത്ത് ക്യാരി 1. ദെൻ ഇത് രണ്ടും കൂടി സം ചെയ്യുക. 0 + 1 = 1. ദെൻ ലാസ്റ്റ് കോളത്തിൽ 1 + 1 = 1 0. സോ ആൻസർ ഈസ് 101.000. അടുത്തതായിട്ട് ബൈനറി സബ്ട്രാക്ഷൻ ആണ്. ദീസ് ആർ ദ റൂൾസ്. 0 - 0 = 0, 1 - 1 = 0, 1 - 0 = 1, 0 - 1 = 1 ആണ്. ഇതിനെ നമ്മൾ ബോറോ ഓഫ് 1 എന്നാണ് പറയുന്നത്. അപ്പോൾ 0 - 1 എന്ന് പറഞ്ഞാൽ -1 വരും. പക്ഷെ ഇവിടെ ആൻസർ ഈസ് 1. ഈ 1 ഉണ്ടാക്കുന്നതിന് അനദർ 1നെ നമ്മൾ ബോറോ ചെയ്യണം. അതായത് പ്രീവിയസ് എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞതുപോലെ പ്രീവിയസ് കോളത്തിൽ നിന്ന് ഒരു 1നെ നമ്മൾ കടമെടുക്കണം. അതാണ് ബോറോ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ക്യാരിനെ നമ്മൾ ലെഫ്റ്റിലുള്ള കോളത്തിലേക്ക് ആഡ് ചെയ്തു പോകുന്നു. പക്ഷെ സബ്ട്രാക്ഷൻ വരുമ്പം ലെഫ്റ്റ് സൈഡിലെ കോളത്തിൽ നിന്ന് ഒരു വാല്യൂവിനെ നമ്മൾ
റൈറ്റ് സൈഡിലെ കോളത്തിലേക്ക് കടമെടുക്കുന്നു. അതാണ് ബോറോ ഓഫ് 1 എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ബൈനറി സബ്ട്രാക്ഷന്റെ ഒരു എക്സാമ്പിൾ. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ 11101 മൈനസ് 10011 ആണ്. അപ്പൊ നമുക്കറിയാം 1 മൈനസ് 1. സോ 1 മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 എന്നറിയാം. നമ്മൾ 0 എന്ന് എഴുതി. അടുത്തത് 0 മൈനസ് 1 ആണ് വരേണ്ടത്. സോ 0യിൽ നിന്ന് നമുക്ക് 1 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 0 മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 വിത്ത് എ ബോറോ ഓഫ് 1. 0യിൽ നിന്ന് 1 മൈനസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കോളത്തിലുള്ള സബ്ട്രാക്ഷൻ ചെയ്യണമെങ്കിൽ ഇടത് സൈഡിലെ കോളത്തിൽ നിന്ന് ഒരു 1നെ നമ്മൾ ഇങ്ങോട്ട് കടമെടുക്കണം. സോ ഈ 1നെ ഇങ്ങോട്ട് നമ്മൾ കടമെടുക്കുകയാണ്. സോ ഈ 1നെ ഇങ്ങോട്ട് നമ്മൾ മൂവ് ചെയ്യാൻ പോവുകയാണ്. ഇവിടുത്തെ 1 ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ 1ന് പകരം ഇവിടെ ഒരു 0 ആയിരിക്കും വരുന്നത്. ഈ 1 ഇങ്ങോട്ട് മൂവ് ചെയ്ത് 0 ആയിട്ട് കമ്പൈൻ ചെയ്ത് ഇതിനു പകരം ഇവിടെ 10 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഈ 10 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഡെസിമൽ ഫ്രാക്ഷനിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഡെസിമൽ കേസ് ചിന്തിച്ചു കഴിഞ്ഞാൽ 10 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 2 മൈനസ് 1 എന്ന ഫോമിൽ ആൻസർ 1 എന്ന് ഇവിടെ എഴുതാൻ പറ്റും. അടുത്ത കോളത്തിൽ 0 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 1 minus 0 is equal to 1. 1 minus 1 is equal to 0. So answer is 0, 1, 0, 1, 0. നമ്മുടെ അടുത്ത എക്സാമ്പിൾ ഒന്ന് നോക്കാം. 1, 0, 1, 0 മൈനസ് 0, 1, 1. ആദ്യം 0 മൈനസ് 1 നോക്കാം. 0യിൽ നിന്ന് മൈനസ് 1 അല്ലെങ്കിൽ 0യിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇടത് സൈഡിലെ കോളത്തിൽ നിന്ന് ഒരു 1 ബോറോ ചെയ്യണം. സോ ഈ 1 ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അപ്പൊ ഈ 1ന്റെ പ്ലേസിൽ നമുക്കൊരു 0 കിട്ടും. 0യുടെ പ്ലേസിൽ 1 0 എന്ന് വരും. സോ 1 ഇതിന്റെ കൂടി ആഡ് ചെയ്തു. ഇനി ഈ 1 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണെന്ന് നമുക്കറിയാം. 2 മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി അടുത്ത കോളത്തിൽ കിടക്കുന്നത് 0യും 1ഉം ആണല്ലോ. വീണ്ടും 0യിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ഈ കോളത്തിൽ നിന്ന് ഇങ്ങോട്ടൊരു 1 ബോറോ ചെയ്യണം. പക്ഷെ ഈ കോളത്തിലില്ല. അപ്പോൾ ഈ പാർട്ടി പറയും എന്റെ ഇപ്പുറത്തെ കോളത്തിൽ നിന്ന് മേടിച്ചു തരാന്ന് പറയും. അങ്ങനെ ഈ 1നെ നമ്മൾ ഇവിടെ എത്തിക്കണം. സോ ഈ 1നെ ഈ കോളത്തിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് 0 വരും. ഈ കോളത്തില് ഈ പൊസിഷനിൽ 1 0 വരും. ഇനി നിങ്ങൾക്കറിയാം ഈ 1 0 എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇവിടുന്ന് ഒരു 1 നമുക്ക് ഈ കോളത്തിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കണം. സോ 2ൽ നിന്ന് ഒരു 1 പോകുമ്പോൾ ഈ കോളത്തിൽ നമുക്കൊരു 1 ബാലൻസ് വരും. ഒരു 1 ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ 1 0 വരും. ഈ 1 0 എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്കറിയാം. 2 മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്കൊരു 1 വന്ന് കിടപ്പുണ്ട്. 1 മൈനസ് 0 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഈ കോളത്തിൽ 0 എന്ന് കിട്ടും. സോ ആൻസർ ഈസ് 0, 1, 1, 1. വീണ്ടും ഒരു എക്സാമ്പിൾ നോക്കാം. 1, 1, 0, 1 മൈനസ് 0, 1, 1, 1. 1 മൈനസ് 1 0 ആണെന്നറിയാം. ആദ്യം തന്നെ ആദ്യത്തെ കോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 2 0 മൈനസ് 1 ആണ്. 0 മൈനസ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവിടുന്ന് 1നെ ഇങ്ങോട്ട് മൂവ് ചെയ്യണം. ഈ 1നെ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇത് 0 ആയി പോകും.
ഇത് 10 ആയിട്ട് വരും. സോ 10 എന്ന് പറയാൻ നമുക്കറിയാം 2 ആണ്. 2 മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇനി അഗെയിൻ ഇവിടെ 0 കിടക്കുകയാണ്. 0 മൈനസ് 1 ചെയ്യാൻ പറ്റത്തില്ല. സോ ഈ 1നെ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഇത് 10 ആക്കുക. സോ 10 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 വരും. 0 മൈനസ് 0 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ദിസ് ഈസ് ദ ആൻസർ. ഫ്രാക്ഷൻ പാർട്ടുള്ള ഒരു ബൈനറി സബ്ട്രാക്ഷൻ നമുക്ക് നോക്കാം. 1010.010 മൈനസ് 111.111. ഇനിഷ്യലി 0 മൈനസ് 1 നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവിടുന്ന് 1നെ ഇങ്ങോട്ട് ബോറോ ചെയ്യണം. സോ 1നെ ഇങ്ങോട്ട് ബോറോ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ പ്ലേസിൽ 0 വരും. ഈ പ്ലേസിൽ 1 ഇങ്ങോട്ട് വരുമ്പോൾ 10 വരും. 10 എന്ന് പറയാൻ നിങ്ങൾക്കറിയാം 2 ആണ്. 2 മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. സോ ആദ്യത്തെ കോളം ഓക്കെ. അടുത്തത് വീണ്ടും 0 മൈനസ് 1 ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബോറോ ചെയ്യാനൊന്നുമില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ടും ബോറോ ചെയ്യാനൊന്നുമില്ല. ഈ 1നെ നമ്മൾ ഇങ്ങോട്ട് എത്തിക്കണം. സോ ഈ 1നെ ഈ കോളത്തിലേക്ക് ആദ്യം മൂവ് ചെയ്യണം. സോ 1ന് പകരം 0 വരും. ഈ 1 ഇങ്ങോട്ട് വരുമ്പം 10 വരും. 10 എന്ന് പറയാൻ നമുക്കറിയാം 2 ആണ്. ഈ 2വിൽ ഒരു 1 ഇവിടെ വെച്ചിട്ട് അടുത്ത 1 ഇങ്ങോട്ട് മൂവ് ചെയ്യുക. സോ 1 ഇങ്ങ് വന്നു കഴിയുമ്പോൾ ഇത് 10 വരും. 10 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2വിൽ ഒരു 1 ഇവിടെ വെക്കുക. 1 ഈ കോളത്തിലേക്ക് മൂവ് ചെയ്യുക. സോ വീണ്ടും ഇവിടെ 10 എത്തിക്കഴിഞ്ഞു. 10 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അടുത്ത കോളത്തിൽ ആരൊക്കെ ഉണ്ട്? 1 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 പോയിന്റ്. ദെൻ 1 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. വീണ്ടും ഇവിടെ 0 മൈനസ് 1 വന്നു. ഈ 1നെ ഇവിടെ എത്തിക്കണം അല്ലേ? സോ 1നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുക ഇനിഷ്യലി. സോ 1 എന്ന് പറയുന്നത് 0 വരും. ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇത് 10 വരും. 10 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2വിൽ ഒരു 1 ഇവിടെ നിർത്തിയിട്ട് ഈ 1നെ ഇങ്ങോട്ട് മൂവ് ചെയ്യുക. സോ ഇത് 10 വരും. 10 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2 മൈനസ് 1 ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഇനി ഇവിടെ 1 ഉണ്ട്. മൈനസ് 1 0 എന്ന് വരും. ദെൻ ഇവിടെ 0 ഉണ്ട്. ആ 0 ഇങ്ങോട്ട് എഴുതി. സോ ആൻസർ ഈസ് 0 0 1 0 0 1 1. ഇത്രയുമാണ് ബൈനറി അഡീഷനും സബ്ട്രാക്ഷനും വരുന്നത്.